ഹലോ, ടാബി എംബ്ലമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഷോൾഡറിന് എന്താണ് വ്യത്യാസം വരുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളും, അതുപോലെ ഈ യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്യുന്നതും അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ യു നെക്ക് പ്ലസ് പീറ്റർ പാൻ ആണ് ഉള്ളത്. അതുപോലെ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പ് വി നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. നമ്മൾ നെക്ക് വിഡ്ത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അത് കറക്റ്റ് 2 ഇഞ്ചില്ല, ഞാൻ 2 ഇഞ്ചിന് 1 പോയിന്റ് കുറവ്, അത്രയാണ് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇറക്കം ഞാനൊരു 2.25 അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഇത് വരച്ചു കൊടുക്കാം. നമ്മൾ യൂനക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ച് നല്ലൊരു യു ഷേപ്പ് വരച്ചെടുക്കാവേ. ഫ്രഞ്ച് കർവ് വെച്ച് നല്ലൊരു യൂനക്ക് നമുക്ക് വരച്ചെടുക്കാം. ഒരു റൗണ്ട് യൂനക്കാണ് കേട്ടോ. അവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തേ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ഒരു 1.5 ഇഞ്ചിൽ വീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇതാണ് നമ്മുടെ നെക്ക്. ഇത് കട്ട് ചെയ്തെടുത്തു. ഇതിന് നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ട് ബാക്കിട്ട് മറക്കുക ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടൊരു കാര്യം, നമ്മൾ പീറ്റർ പാന ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെക്കിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ നമുക്ക് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സ്ക്വയർ പീസോ എന്തെങ്കിലും നമുക്ക് ഇതിന് പാറ്റേൺ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇച്ചിരി കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ കേട്ടോ. നെക്ക് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, നെക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് എത്രയാണ് ഇതിൻ്റെ നെക്ക് ഷോൾഡർ ഉള്ളതെന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു 3.25 എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പീറ്റർ പാൻ വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഷേപ്പ് ഒപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഷേപ്പ് ആയിട്ടില്ല, അതിന് വരെ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കും എങ്ങനെ വെച്ചാലും ഷേപ്പ് ആവുമെന്ന്. പീറ്റർ പാൻ ഏത് ഷേപ്പിലും കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവേ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഷേപ്പ് കൊടുക്കും. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള വേറെ മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ഈ ഒരു രീതിയിലും 2 ഈ ഒരു രീതിയിലും വേണം കട്ട് ചെയ്തെടുക്കാൻ. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, നമ്മൾ ഇതിന് സീം എലവൻസും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡിലും സീം എലവൻസ് വേണ്ട, ഞാൻ പറയാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം ഇതിലെയാണ് നമ്മളിങ്ങനെ അടിച്ചു മറിച്ചെടുക്കുക ചെയ്യണേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിത് തയ്ക്കുമ്പോൾ മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഈ സീം എലവൻസ് വിട്ടേന്നുള്ളത്. ഈ ഒരു സൈഡിൽ നമ്മൾ ഒരു 1/4 ഇഞ്ച് സീം എലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനാണ് നമ്മൾ ഈ പാറ്റേൺ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കാം. ഇനി ഷോൾഡറിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ ചെറിയൊരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാറുണ്ട്. അതായത് നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും ഇവിടെ നിന്ന് ഈ ഷോൾഡറിൻ്റെ എൻഡിലേക്ക് ഒരു സ്ലോപ്പ് കൊടുക്കാറുണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഡീപ്പായിട്ടുള്ള ഒരു വീനൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും തന്നെ പറയുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഈ നെക്ക് ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോൾഡർ ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ തിരിച്ച് ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് ഞാൻ ഇവിടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നുണ്ട്.
ആ ഒരു സ്ലോപ്പ് നമ്മളങ്ങ് കൊടുത്തോളുക. ഓക്കെ, ഇത് ഫിറ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ വരുവേ. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്. ഫ്രണ്ട് നെക്കിൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വെട്ടിയെടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് നമ്മൾ തയ്ക്കുമ്പോൾ കുറച്ചൊരു ഷേപ്പിൽ തയ്ക്കേ. അങ്ങനെ ഈ 2 ജോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് നെക്ക് ചെയ്യുമ്പോൾ ബാക്കി ഫിനിഷിങ് നമുക്ക് ചെയ്യാം. അടുത്ത് നമ്മൾ ബാക്ക് നെക്കാണ് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ വരച്ചെടുക്കുക ചെയ്യണം കേട്ടോ. വി നെക്കാണ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇവിടെ ഒരു സ്ലോപ്പ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ലോപ്പ് ഞാൻ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മളൊരു ബ്രിഡ്ജ് വരയ്ക്കുകയാണ്. അതിൻ്റെ മേലേക്ക് കട്ടിങ് പോവില്ല. ഓക്കെ, ഇനി നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്താം. അത് തയ്ത്തുമാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് 5.5 അല്ലെങ്കിൽ 6 ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമുക്ക് 5.5 ആണെങ്കിലാണ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് നമുക്ക് 6 കിട്ടണം. എത്രയാണ് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് വേണ്ടത് അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഒരു 6.5 ആയാലും കുഴപ്പമില്ല. 6.5 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. 6.5 ജസ്റ്റ് ഇത്ര ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തുക, കുറച്ച് മാത്രം. എന്നിട്ട് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വേണം വി മാർക്ക് ചെയ്യാൻ, ഇങ്ങോട്ട് മാർക്ക് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇങ്ങോട്ട് മാർക്ക് ചെയ്തേക്കാം. ക്യാൻവാസിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ തുണിയിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കുക ചെയ്യുന്നത് കേട്ടോ. അയൺ ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല. നമുക്കിനി നേരെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാവേ. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് ഞാൻ പീറ്റർ പാനിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല വശം, അതായത് പുറമേ കാണുന്ന വശം, ഇത് അകം വശവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇങ്ങനെ ഇത് ചേർത്തായിരിക്കും ഇത്രയും ഭാഗം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങളെ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കാം കേട്ടോ. നല്ല വശത്തെയും കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കുവേ. ഇത് നമുക്കങ്ങനെ ചേർത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ മറിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഈ സൈഡിൽ കൂടെ 4 ഇഞ്ച് സീം അലവൻസ് വിട്ട് ഇങ്ങനെ കറക്റ്റ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. കാണിച്ചു തരാവേ. രണ്ടും അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിരിച്ചെടുക്കുക. നല്ല വശം പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇത് നമ്മൾ കറക്റ്റ് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ട കേട്ടോ. ഇങ്ങനെ പിടിച്ച് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പിലേക്ക് വന്നോളൂ കേട്ടോ. അയൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യലേ കൂടി ഒന്ന് അയൺ ചെയ്ത് വിടണേ. തയ്യൽത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് പിളർന്ന് വെച്ചിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. തയ്യൽത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് പിളർന്ന് വെച്ചിട്ട് അയൺ ചെയ്താലും നല്ലതായിരിക്കും. ഈ തയ്യൽത്തുമ്പോൾ കൂടി നമ്മൾ ആദ്യം ഒന്ന് അയൺ ചെയ്യുക. അതിന് ശേഷം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടി അയൺ ചെയ്യുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഷേപ്പിൽ വരും കേട്ടോ. അയണിങ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നില്ല. മെത്തേഡ് ഇതിപ്പോൾ ഈ തുണി ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും തയ്യലിൻ്റെ ആ ഭാഗം ഉള്ളിലേക്ക് പോകും കേട്ടോ. അയൺ ചെയ്ത് കഴിയുമ്പോൾ വൃത്തിക്കുന്നുള്ളൂ. ഓക്കെ, ഇതിങ്ങനെയാണ് തയ്ക്കുന്നത് കേട്ടോ. ഈ വി നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത് കേട്ടോ, കറക്റ്റായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്ക് നെക്കാണ് ക്യാൻവാസ് വെച്ചാൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ശരിക്കും ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇത് വരേണ്ടത്. ഇങ്ങനെയാണ് ഇതിരിക്കേണ്ടത് കേട്ടോ. നെക്ക് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. കാരണം ഇതിവിടെ എന്തായാലും ഓപ്പൺ ആണല്ലോ. അപ്പോൾ ഈ ഷേപ്പിന് തന്നെ നെക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം.
ഇത് ഏകദേശം കറക്റ്റാണ്, നമുക്കൊന്ന് വെച്ച് നോക്കാവേ. ഓക്കെ, ഇത് ഏകദേശം കറക്റ്റാണ് കേട്ടോ. നെക്ക് നമുക്കിങ്ങനെ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കാവേ. ഇത് വെച്ചിട്ട് ചുമ്മാ ഒന്ന് അടിച്ചു കൊടുക്കുവാണ്. കറക്റ്റായിട്ട് ഇതിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തേക്കാവേ, മാറിപ്പോതിരിക്കാൻ കേട്ടോ. നമ്മളല്ലെങ്കിൽ മേളത്തെ പീസൊക്കെ നമ്മളത് ഇനി ശ്രദ്ധിക്കുള്ളൂ, അതുകൊണ്ടാണ്. അതുപോലെ ഇതും എടുത്തിട്ട് ഇത് നമുക്ക് ഇങ്ങനെ മേലിൽ നിന്ന് ചെറിയതായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേക്കാവേ. ഇത് മാറിപ്പോവാതെ അവിടെ ഇരുന്നു. ഈ സ്റ്റിച്ചിൻ്റെ കാര്യം നമ്മളങ്ങനെ നോക്കണ്ട. ഇത് ഞാൻ ജസ്റ്റ് സ്റ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു കഴുത്ത് അതിൻ്റെ ഷേപ്പിൽ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മേളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നെക്ക് സാധാരണ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെ ഫിനിഷ് ചെയ്യാം. നമ്മൾ എത്ര ഇഞ്ച് വീതിയിലാണോ നോർമലി അടിക്കാറുള്ളൂ അതുപോലെ. നമ്മളിങ്ങനെ നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് പാടായിരിക്കും, കറക്റ്റായിട്ട് മറിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇതിങ്ങനെ മറിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ലൈനിങ്ങെ കൂടെ ചെറിയൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. പെട്ടെന്ന് മറിഞ്ഞ് വരാൻ, നല്ല ഫിനിഷിംഗ് മറിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സൈഡിൽ കൂടെ നല്ല തുണിയിലേക്ക് സ്റ്റിച്ച് കയറി പിടിക്കരുത്, ശ്രദ്ധിച്ച്. പിന്നൊക്കെ നമുക്ക് മാറ്റാം. പിന്നെ നമുക്കിത് അടിച്ചു കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ മേളിലേക്ക് വരാതെ ഇത് ഈ പീറ്റർ പാൻ്റെ ഈ കോളർ ഇങ്ങോട്ട് മലത്തി വെച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഈ കോളറിൽ ആ സ്റ്റിച്ച് കാണത്തില്ല. അതിങ്ങനെ വെച്ചിട്ടാണെങ്കിൽ അടിച്ചാൽ മതി, അപ്പോൾ നമുക്ക് കാണാമല്ലോ. ഇനി നമ്മുടെ ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ സെൻറ്ററിൽ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ക്യാൻവാസിൽ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ സെൻറ്ററിലായിട്ട് വെക്കുക. സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് നടന്ന് നോക്കാം കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. നമ്മൾ 3.25 സെൻറ്റർ എടുത്ത് എത്ര തന്നെ ഉണ്ട് കേട്ടോ, കറക്റ്റായിട്ടായിരിക്കുന്നത്. ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ ക്യാൻവാസ് കയറ്റാതെ കറക്റ്റ് സൈഡ് ചേർത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരാൻ. ഇനി നമുക്കിത് കട്ട് ചെയ്യാവേ. കട്ട് ചെയ്തതിന് ശേഷം ചെറിയ നോച്ചസ് ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് മറിക്കാൻ പറ്റും. നമ്മളിത് മറിഞ്ഞ് വരാൻ വേണ്ടി ജസ്റ്റ് കൈ വെച്ച് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ജോയിൻ ചെയ്തതിന് ശേഷമേ നമ്മളിത് മടക്കി അടിക്കുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശവും കൂടെ ചേർത്ത് വെക്കുക. നല്ല വശവും കൂടെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട്
ഒരു സ്റ്റിച്ച് കൊടുക്കാവേ. അതുപോലെ തന്നെ പുറത്ത് നല്ല വശം കൂടെ ചേർത്ത് വെച്ചിട്ട് ചോദിച്ചു. ഇനി നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നമുക്കിത് ബാക്കത്തെ ഇത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് അടിക്കേണ്ട, പകരം നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫ്രണ്ടിലെയും ബാക്കിലേക്ക് നമുക്ക് ഹെം ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇതിനെ അടിക്കുന്നില്ല. ഈ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് തയ്യൽ വിടുന്നുണ്ട് ഇവിടെ, ഈ നൂല് വലിഞ്ഞു പോകാതിരിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മളെങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെയാണ് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.